വടകരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പതിച്ച പോസ്റ്റർ രാഷ്ട്രീയ എതിരാളികളുടെ തിരഞ്ഞെടുപ്പ് നാടകമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ പറഞ്ഞു. ഉച്ചയോടെ പോസ്റ്ററുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്തി നീക്കം ചെയ്തു. ഇന്ന് രാവിലെയാണ് വടകരയുടെ വിവിധ ഭാഗങ്ങളിൽ മുല്ലപ്പള്ളിക്ക് അനുകൂലമായി യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ അപമാനിക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക, BJP, CPM, കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ വടകരയിലും സമീപ പ്രദേശങ്ങളിലും പതിച്ച പോസ്റ്ററുകൾ രാഷ്ട്രീയ എതിരാളികളുടെ തിരഞ്ഞെടുപ്പ് നാടകമാണെന്ന് യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകള് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പോസ്റ്റർ, അതുമായി ബന്ധപ്പെട്ട് വടകരയിലുള്ള യൂത്ത് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് ആദ്യമായിട്ട് അറിയിക്കാം. രാഷ്ട്രീയ എതിരാളികൾ ആളുകൾക്കിടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പടച്ചുവിട്ട ചില പോസ്റ്ററുകളാണ് വടകരയിലും സമീപ പ്രദേശങ്ങളിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപാദിക്കുന്ന പോസ്റ്ററുകളാണ് വന്നത്. അതിൽ മുൻപേ വന്ന വാർത്തകളിൽ മുല്ലപ്പള്ളി സാറിന് അനുകൂലമായി യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ വന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റർ രാഷ്ട്രീയത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കേണ്ട ഒരു വ്യക്തിയല്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും പറയേണ്ട ഒരു ഘട്ടം നിലവിലില്ല. കാരണം അത് തീരുമാനിക്കുന്നത് ദേശീയ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയും, ആ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം താഴെത്തട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മുല്ലപ്പള്ളി സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കെട്ടുറപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അത് യൂത്ത് കോൺഗ്രസിന് കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ നിലവിൽ നല്ല രീതിയിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ ആളുകൾക്കിടയിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുക, ആശയക്കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിട്ട പോസ്റ്ററുകളാണ് എന്നിവിടെ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. പാർട്ടി അണികൾക്കിടയിൽ ആശങ്ക ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മുല്ലപ്പള്ളിയെ പോലെ ജനകീയനായ നേതാവിന്റെ പേര് ഇത്തരത്തിലുള്ള പോസ്റ്റർ രാഷ്ട്രീയത്തിലൂടെ വലിച്ചിഴക്കുന്നത് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു.